Dear students, we are discussed about Module 3, Part 4, Wage Payment System under piece rate. The second method is that Merrick's differential piece rate system. Then this is a modification of Taylor's differential piece rate system. Under this system, three piece rates are used. It provides encouragement to the learners and beginners to improve their performance and also to provides incentive to efficient workers. But the incentive is not as strong as the Taylor's system. Under Merrick's differential piece rate system, the incentives is provided basically three slab rates on the basis of their efficiency. Okay. അപ്പോൾ പീസ് റേറ്റ് സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊന്നാമത്തെ ആയിരുന്നു ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വേർഷനാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെയും വർക്കേഴ്സിനെ അവരവരുടെ എഫിഷ്യൻസിയുടെ ബേസിൽ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറീസിലാണ് നമുക്ക് കാറ്റഗറീസിൽ അവരുടെ എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓൺ ദി ബേസ് ഓഫ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ദി എഫിഷ്യൻസി ഓൺ ദി ബേസ് ഓഫ് എഫിഷ്യൻസി ദ ഇൻസെൻറ്റീവ്സ് ആർ പ്രൊവൈഡ് ഓൺ ത്രീ കാറ്റഗറി. ദെൻ ഫസ്റ്റ് വൺ, up to 83% on efficiency, the workers provide the basic piece rate or normal piece rate. Then the second category is that 83% to 100%, 110% of basic piece rate. Then third category, at above 100%, the 120% of basic piece rate. ഇങ്ങനെ മൂന്ന് സ്ലാബ് റേറ്റിലാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ വർക്കേഴ്സിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, find out the earnings of the workers on the basis of Merrick's differential piece rate system. Normal piece rate rupees 10 per unit. Then standard production 120 units per day. In an 8-hour day, X produce 90 units, Y produce 100 units, and Z produce 132 units. Then first we are calculating the rate of efficiency. Then rate of efficiency is equal to actual production divided by standard production into 100. And the rate of efficiency of X is equal to actual production 90 units into 100 divided by 120 units is equal to 75%. Then Y is equal to 100 into 100 divided by 120 is equal to 83.33%. Then rate of efficiency of Z is equal to 132 into 100 divided by 120 is equal to 110%. Then efficiency of X is less than 83%. Therefore, he will get on the basis of normal piece rate as per Merrick's differential piece rate. ഓക്കെ, ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് എഫിഷ്യൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. എക്സിനെ സംബന്ധിച്ചോളം അവരുടെ റേറ്റ് ഓഫ് എഫിഷ്യൻസി 75% ആണ്. വൈയെ സംബന്ധിച്ചോളം അവരുടെ റേറ്റ് ഓഫ് എഫിഷ്യൻസി 83.33%. ഇസഡിനെ സംബന്ധിച്ചോളം റേറ്റ് ഓഫ് എഫിഷ്യൻസി 110% ആണ്. ഓക്കെ, ഇവിടെ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് മൂന്ന് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവർ വേജസ് കൊടുക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എഫിഷ്യൻസി 83% വരെ ആണെങ്കിൽ നമ്മൾ നോർമൽ പീസ് റേറ്റിലാണ് അവർക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 83% തൊട്ട് 100% വരെയാണ് ഒരു വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എങ്കിൽ അവരുടെ ബേസിക് പീസ് റേറ്റിൻ്റെ 110% നമ്മൾ ഇൻസെൻറ്റീവ് സൈസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ചുള്ള അവർ റേറ്റ് ഓഫ് എഫിഷ്യൻസി 100% മുകളിലാണെങ്കിൽ അവർക്ക് ബേസിക് പീസ് റേറ്റിൻ്റെ 120% നമ്മളവർ ഇൻസെൻറ്റീവ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിനെ സംബന്ധിച്ചോളം എക്സിൻ്റെ റേറ്റ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 75% ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം റേറ്റ് ഓഫ് എഫിഷ്യൻസി 83% വരെ ആണെങ്കിൽ നോർമൽ പീസ് റേറ്റ് ആണ്.
വേജസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിനെ സംബന്ധിച്ചോളം അവർ പ്രൊഡ്യൂസ് ചെയ്തത് 90 യൂണിറ്റാണ്. നോർമൽ പീസ് റേറ്റ് ആയിട്ടുള്ള 10 രൂപ നിരക്കിൽ എക്സിന് നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഏണിങ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 900. ഓക്കെ, ദെൻ ദ വേജസ് ഓഫ് y ഈസ് ഈക്വൽ ടു the efficiency of y is lies in between 83% and 100%. Therefore, he will get 110% of basic piece rate. Okay. വൈയെ സംബന്ധിച്ചോളം വൈയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 83%. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് സ്ലാബ് റേറ്റ് കൊടുക്കാൻ സാധിക്കും. 83% തൊട്ട് 100% വരെയാണെങ്കിൽ ബേസിക് പീസ് റേറ്റിൻ്റെ 110% നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് പീസ് റേറ്റ് 10 ആണ്. 10ൻ്റെ 110% എന്ന് പറയുന്നത് 11 ആയിട്ട് വരും. അപ്പം ഏണിങ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വൈയുടെ വൈ പ്രൊഡ്യൂസ് ചെയ്ത് 100 യൂണിറ്റ്സ് ആണ്. അപ്പം 100 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 1100. ഓക്കെ, ദെൻ ദ തേർഡ് വൺ, ദ ഇസഡ് പ്രൊഡ്യൂസ് 130 യൂണിറ്റ്സ്. ദ റേറ്റ് ഓഫ് എഫിഷ്യൻസി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 110%. Okay, but third principle is to be applied by Z on base of providing wages. Then Z is more than 100% efficiency. Therefore, he will get 120 of the basic piece rate. That is 10 into 120 divided by 100 is equal to 12. ഓക്കെ, അപ്പം ഇവിടെ ഇസഡിനെ സംബന്ധിച്ചോളം ഇസഡിൻ്റെ റേറ്റ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 110%. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം 100% മുകളിലാണ് റേറ്റ് ഓഫ് എഫിഷ്യൻസി എങ്കിൽ നമ്മുടെ പീസ് റേറ്റിൻ്റെ 120% ഇൻസെൻറ്റീവ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇസഡിനെ സംബന്ധിച്ചോളം ഇസഡിൻ്റെ പീസ് റേറ്റ്, നോർമൽ പീസ് റേറ്റ് 10ൻ്റെ 120% എന്ന് പറയുന്നത് 12 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപ വെച്ചുള്ള വേജസാണ് ഇസഡിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെർഫോർ ദ വേജസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 132 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 1584. അപ്പോൾ ഓർത്തിരിക്കുക, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വേർഷനാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറയുന്നത്. മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ നമ്മൾ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ടാണ് അവരുടെ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 റേറ്റിലാണ് നമ്മൾ വേജസ് കാണുന്നത്. ദ എഫിഷ്യൻസി അപ് ടു 83%. ദ ബേസിക് പീസ് റേറ്റ് ഷുഡ് ബി പ്രൊവൈഡ്. ദെൻ ഫ്രം എഫിഷ്യൻസി 83% ടു 100%. The 110% of basic piece rate should be provided. Then third category is at the above 100%, the 120% of basic piece rate. ആ ഒരു പ്രിൻസിപ്പിളിന് ആനുപാതികമായിട്ടാണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് മെത്തേഡ്സ് ഈസ് ദാറ്റ് Gantt task and bonus plan. And this is a combination of time, bonus and piece rate plans based on differential piece rate principle. There is a guaranteed time rate for output below standard, but the standard is set at a high task level. A bonus of 20% of time rate is paid when standard output is achieved. Thereafter, high piece rate are paid. And it provides security and encouragement to developing workers to reach high level of performance. ഓക്കെ, Gantt task and ബോണസ് പ്ലാനിലേക്ക് പറയുമ്പോൾ ഇത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതോടൊപ്പം തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ബോണസ് പ്ലാൻ. ഓക്കെ, നമ്മുടെ ടൈം റേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ടുള്ള ബോണസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടൈം റേറ്റിൻ്റെയും ഇവിടെ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈമിനെയും കൺസിഡർ ചെയ്ത് അതോടൊപ്പം തന്നെ വർക്കേഴ്സിനെ അവരുടെ എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ടുള്ള ബോണസ് കൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് Gantt task and ബോണസ് പ്ലാനിൽ നമ്മൾ വർക്കേഴ്സിന് വേജസ് ലഭ്യമാക്കുന്നത്. ഓക്കെ, ഇവിടെയും എന്താണ് വർക്കേഴ്സിനെ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മൾ അഡീഷണൽ ആയിട്ട് ടൈം റേറ്റിനോടൊപ്പം തന്നെ നിശ്ചിത ശതമാനം ടൈം റേറ്റുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ റേറ്റ് ഓഫ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം റേറ്റിനോടൊപ്പം തന്നെ
ഒരു അഡീഷണലുള്ള ബോണസും കൂടെ നമ്മൾ ഗാൻഡാസ് കാൻ ബോണസ് പ്ലാനിൽ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമ്മളിവിടെ ഗാൻഡാസ് കാൻ ബോണസ് പ്ലാനിൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഈസ് ദാറ്റ് ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വർക്കറിനെ സംബന്ധിച്ചോളം അയാളുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനേക്കാൾ താഴെയാണെങ്കിൽ ദ ടൈം റേറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. നമ്മൾ ടൈം റേറ്റുള്ള വേജസ് ആണ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എപ്പോഴാണ്? വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനേക്കാൾ താഴെയാണെങ്കിൽ. ഓക്കെ, ദെൻ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ദാറ്റ് ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ. ഓക്കെ, ഇനി വർക്കറിനെ സംബന്ധിച്ചോളം അയാളുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ലെവലിലാണെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ അയാൾക്ക് ടൈം റേറ്റ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് ആസ് എ ബോണസ്. ഓക്കെ, ടൈം റേറ്റിനോടൊപ്പം തന്നെ ടൈം റേറ്റിൻ്റെ 20% നമ്മളെന്താണ് ബോണസായിട്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ. ദെൻ ദ തേർഡ് കാറ്റഗറി ഈസ് ദാറ്റ് ഔട്ട്പുട്ട് എബോവ് സ്റ്റാൻഡേർഡ്. ദെൻ ദ ഹൈ പീസ് റേറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഔട്ട്പുട്ടിനേക്കാൾ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് ഒരു വർക്കറിനെ സംബന്ധിച്ചോ അയാളുടെ പെർഫോമൻസ് എങ്കിൽ അത് അയാൾക്ക് നമ്മൾ ഹൈ പീസ് റേറ്റിൽ ഉള്ള വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അണ്ടർ ഗാൻഡാസ് കാൻഡ് ബോണസ് പ്ലാൻ ദ വേജസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് ദ ടൈം റേറ്റ് ആൻഡ് പ്ലസ് ആൻഡ് അഡീഷണൽ ബോണസ് ഇസ് ടു ബി കൺസിഡേർഡ്. ഓക്കെ, പ്രധാനമായിട്ടും ടൈം റേറ്റും അതോടൊപ്പം തന്നെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ബോണസ് കൂടെ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പൈൻഡ് മെത്തേഡിനെയാണ് ഗാൻഡാസ് കാൻഡ് ബോണസ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പീസ് റേറ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, for example, the following are the particulars applicable to worker. The time rate rupees 50 per hour, then high task 40 units per week, then the piece rate above high task rupees 60 per unit. In a 40 hour a week, the output of workers were the worker A 35 units, worker B 40 units, then worker C 41 units, worker D 52 units. Then calculate the wages of workers under Gantt and ബോണസ് പ്ലാൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് വർക്കേഴ്സിൻ്റെ വേജസ് നമുക്ക് ഈ മെത്തേഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ എപ്പോഴും നമ്മൾ ആ പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ദ വേജസ് ഓഫ് വർക്കേഴ്സ് വിൽ ആസ് ഫോളോസ്. ദ വർക്കേഴ്സ് എ എന്താണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടൈം റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് 50 രൂപ വെച്ചാണ് നമ്മുടെ ടൈം റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഹൈ ടാസ്ക് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ എപ്പോൾ ഹൈ ടാസ്ക് ആണെങ്കിൽ അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് 40 യൂണിറ്റ്സ് പെർ വീക്കാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മളൊരു യൂണിറ്റിന് 60 രൂപ വെച്ച് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് ഇന്നെ 40 hour വീക്ക് ഇത് ഔട്ട്പുട്ട് ഓഫ് വർക്കേഴ്സ് വെയർ. ഓക്കെ, നമ്മൾ 40 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ ഓരോ വർക്കേഴ്സിൻ്റെയും ഔട്ട്പുട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ആ 40 യൂണിറ്റ്സ് ആണെങ്കിൽ 40 യൂണിറ്റ്സ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ വെച്ച് വേണം നമ്മൾ ഇവിടെ വർക്കേഴ്സിൻ്റെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കർ എയുടെ വേജസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എയെ സംബന്ധിച്ചോളം 35 യൂണിറ്റ് അയാൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം വേജ് ഈസ് പെയ്ഡ് ആസ് ദി വർക്കർ ഈസ് ബിലോ സ്റ്റാൻഡേർഡ്. എന്താണ് എയെ സംബന്ധിച്ചോളം അയാൾ എന്താണ് സ്റ്റാൻഡേർഡിനേക്കാൾ താഴെയാണ് അയാളുടെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ എയ്ക്ക് നമ്മൾ ബേസിക് ടൈം റേറ്റുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് 40 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 40 മണിക്കൂറിന് മണിക്കൂറിന് 50 രൂപ നിരക്കിലുള്ള വേജസ് ആണ് എയ്ക്ക് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? എയ്സ് പെർഫോമൻസ് ഈസ് ബിലോ സ്റ്റാൻഡേർഡ്. അപ്പം വേജസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ആസ് പെർ ദി ഗാൻഡാസ് ആൻഡ് ബോണസ് പ്ലാൻ 40 × 50 ഈസ് ഈക്വൽ ടു ₹2000 ബിക്കോസ് ദ ഔട്ട്പുട്ട് ഓഫ് എ ഈസ് ബിലോ സ്റ്റാൻഡേർഡ്. എന്താണ് എയുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനേക്കാൾ താഴെ ആയതുകൊണ്ട് എയുടെ വേജസ് നമ്മൾ നോർമൽ ടൈം റേറ്റുള്ള വേജസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 40 മണിക്കൂറിന് 50 രൂപ വെച്ച് 2000 രൂപ പ്രൊവൈഡ് ചെയ്യുക.
Okay. Then the wages of worker B is 40 units. ഓക്കെ, വർക്കർ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ സ്റ്റാൻഡേർഡ് 40 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ നോക്കുക, അറ്റ് ദി സ്റ്റാൻഡേർഡ് ലെവലാണെങ്കിൽ, ഓക്കെ, വർക്കറിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ലെവലിലാണെങ്കിൽ ടൈം റേറ്റിനോടൊപ്പം തന്നെ പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് ആസ് എ ബോണസ്. എന്താണ് നമ്മുടെ ടൈം റേറ്റിൻ്റെ 20% കൂടെ നമ്മൾ ബേസിക്കായുള്ള ടൈം റേറ്റുള്ള വേജസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ 20% കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് വർക്കർ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 നമ്മൾ മണിക്കൂറിന് 50 രൂപ വെച്ച് എന്താണ് 40 ഇൻറ്റു 50 പ്ലസ് എന്താണ് 20% ഓഫ് അഡീഷണൽ ബോണസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി അയാൾക്ക് ടൈം റേറ്റിൽ 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, യൂണിറ്റിന് 50 രൂപ നിരക്കിൽ നമ്മൾ എന്താണ് വേജസ് കൊടുക്കുന്നത്. അപ്പോൾ 2000, ആ 2000ത്തിൻ്റെ എന്താണ് ആ ടൈം റേറ്റിൻ്റെ 20% കൂടെ, ഓക്കെ, ടൈം റേറ്റിൻ്റെ 20%, അപ്പോൾ 2000ത്തിൻ്റെ 20% കൂടെ നമ്മൾ എന്താണ് അഡീഷണൽ ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പം 2000 നമ്മുടെ ടൈം റേറ്റിലുള്ള വേജസ് അതിൻ്റെ 20% കൂടെ നമ്മൾ എന്താണ് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പം 2000 ഇതിൻ്റെ 20% 400, then the wages of B is equal to 2000 plus 400 is equal to 2400. Because the time wage plus 20% bonus as the worker is standard level. Okay, then the wages of worker C is 41 units. Here the principle is the third principle is to be applied. Then output above standard high piece rate is given. എന്താ പറയുന്നത്, നമുക്കറിയാം ഗാൻടാസ്ക് ബോണസ് പ്ലാനിൽ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് നമ്മുടെ ഔട്ട്പുട്ട് എങ്കിൽ ഏതാണോ ഹൈ ടാസ്ക് അല്ലെങ്കിൽ ഏതാണോ ഹൈ ടാസ്കിൽ നമ്മൾ വേജസ് കൊടുക്കുന്നത് ആ റേറ്റിൽ എംപ്ലോയീസിന് വേജസ് കൊടുക്കുക. ഇവിടെ നോക്കുക, നമുക്ക് എന്താണ് ഹൈ ടാസ്ക് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു യൂണിറ്റിന് 60 രൂപ നിരക്കാണ് വേജസ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, വർക്കർ സിയെ സംബന്ധിച്ചോളം അയാളുടെ പെർഫോമൻസ് 41 യൂണിറ്റാണ്. അപ്പോൾ 41 യൂണിറ്റിന് അയാൾക്ക് 60 രൂപ നിരക്കുള്ള വേജസ് കൊടുക്കുക. അയാളുടെ വേജസ് എന്ന് പറയുന്നത് 2460. ഡിയെ സംബന്ധിച്ചോളം ഡിയുടെ ഔട്ട്പുട്ട് 52 യൂണിറ്റാണ്. ആ 52 യൂണിറ്റിന് 60 രൂപ നിരക്കിൽ 3120 രൂപ വേജസ് ആയിട്ട് കൊടുക്കുക. ഓർത്തിരിക്കുക, ഗാൻടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ് ആൻഡ് ബോണസ്. എന്താ പറയുന്നത്, ഒരു ബേസിക്കലി നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം റേറ്റുള്ള വേജസ് കിട്ടും. അതോടൊപ്പം നമ്മൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണസ് അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഗാൻടാസ്ക് ബോണസ് പ്ലാനിൽ ഇപ്പോൾ തന്നെ 3 പ്രിൻസിപ്പിളാണ് പറയുക. ഒന്ന്, നമ്മുടെ ബിലോ സ്റ്റാൻഡേർഡാണ് പെർഫോമൻസ് എങ്കിൽ ടൈം റേറ്റുള്ള വേജസ് നമുക്ക് ലഭിക്കും. ദെൻ അറ്റ് ദി സ്റ്റാൻഡേർഡ് ലെവൽ ആ പെർഫോമൻസ് എങ്കിൽ ടൈം റേറ്റ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റിനോടൊപ്പം തന്നെ ടൈം റേറ്റിൻ്റെ 20% ബോണസ് ആയിട്ട് ലഭിക്കും. ദെൻ സ്റ്റാൻഡേർഡിന് മുകളിലാണെങ്കിൽ ഹൈ റേറ്റിലുള്ള വേജസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പീസ് റേറ്റിലെ ഡിഫറൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു. ഒന്ന് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ മെറിറ്റ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ഗാൻടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. Then the third categories of wage payment system is that incentives plans or premium bonus system. There are number of methods involving in incentives plans. Then the first one, the Halsey premium bonus system. Then under incentives plans, and the workers are assured of basic time wages, and in addition to bonus is paid to extra effort made by them to increasing the output. ഓക്കെ, ഇൻസെൻറ്റീവ്സ് പ്ലാനിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും വർക്കേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴും അവരുടെ ഒരു പെർഫോമൻസിന് ആനുപാതികമായിട്ടുള്ള ഒരു വേജസ് അടിസ്ഥാനപരമായിട്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് എക്സ്ട്രാ ബോണസ് കൂടെ ലഭ്യമാക്കുന്ന വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് പ്ലാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ടൈം റേറ്റുള്ള വേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ബോണസ് കൂടെ നമ്മൾ ഇൻസെൻറ്റീവ്സ് പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഉള്ള ഇൻസെൻറ്റീവ്സ് പ്ലാൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ദ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ബോണസ് സ്കീംസ് ആർ ഫസ്റ്റ് വൺ ഹാൽസേ പ്രീമിയം ബോണസ് സിസ്റ്റം. Then under this plan, the standard time for performing each job or work is fixed. Then the worker is paid for the actual time taken by him to complete the work. In addition to, he is given
a bonus for the time saved. The amount of bonus is usually 50% of time saved. The formula for calculating earnings for under Halsey premium bonus system is that earnings is equal to time taken into rate plus 50% of time saved into rate. Therefore, T into R plus half percentage of time saved into rate. ഓക്കെ, ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വർക്കറിനെ സംബന്ധിച്ചോളം ഈ ഒരു സിസ്റ്റം പ്രകാരം നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഓരോ വർക്കിനും നമ്മൾ ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ആ വർക്ക് പൂർത്തീകരിക്കുകയാണെങ്കിൽ എത്ര ടൈമാണോ നമ്മളിവിടെ സേവ് ചെയ്യുന്നത് അതിന് ആനുപാതികമായിട്ടുള്ളൊരു ബേസിക് ടൈം റേറ്റുള്ള ബേസിനോടൊപ്പം തന്നെ അതിൻ്റെ 50% അഡീഷണലായിട്ട് നമ്മൾ ടൈം സേവ് ചെയ്യുന്ന എത്ര മണിക്കൂറാണോ നമ്മൾ ടൈം സേവ് ചെയ്യുന്നത് ആ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ അഡീഷണലായിട്ട് നമ്മൾ 50% ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിൽ നമ്മൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ടൈം ടേക്കൺ അല്ലേ, ആക്ച്വലി നമ്മൾ എത്ര ടൈമാണ് ഒരു വർക്ക് വേണ്ടി ഉപയോഗിച്ചത് ഇൻറ്റു അതിൻ്റെ റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് അല്ലേ, നമ്മൾ എത്രയാണ് ടൈം സേവ് ചെയ്ത് അതിൻ്റെ റേറ്റ്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ 50% നമ്മളെന്താണ് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഒരു നിശ്ചിത വർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പൂർത്തീകരിക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ബോണസ് കൂടെ നമ്മൾ ലഭ്യമാക്കുന്ന ഒരു മെത്തേഡാണ് പ്രധാനമായിട്ടും ഹാൽസെ ബോണസ് സിസ്റ്റത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, the time taken by a worker for completing a job is 40 hours. The time allowed for completion is 50 hours. The time rate is rupees 100 per hour. Then calculating wages under Halsey premium bonus system. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഒരു വർക്ക് ജോലി ചെയ്യാൻ വേണ്ടി അയാൾക്ക് വേണ്ടത് 40 മണിക്കൂർ കൊണ്ട് അയാൾ ഒരു ജോബ് പൂർത്തീകരിച്ചു. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ഒരു ജോബ് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത് 50 മണിക്കൂറാണ്. പക്ഷേ 40 മണിക്കൂർ കൊണ്ട് വർക്ക് പൂർത്തീകരിച്ചു. ഇനി ഒരു മണിക്കൂറിന് 100 രൂപ വെച്ചാണ് നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസിക് ടൈം റേറ്റ് ഈസ് ഈക്വൽ ടു 100 per hour. Then the standard time, the time allowed is equal to 50 hours. Then actual time or time taken is time taken is 40 hours. Therefore, first we are calculating the time save. Okay, already we know time save is equal to standard time allowed മൈനസ് ആക്ച്വൽ ടൈം. ഓക്കെ, നമുക്ക് എത്ര സമയമാണ് തന്നിരിക്കുന്നത്, അതിൽ എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 50 മണിക്കൂറാണ്. ദെൻ നമ്മൾ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 40 മണിക്കൂറാണ്. ദെയർഫോർ ടൈം സേവ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അപ്പം 50 - 40 ഈസ് ഈക്വൽ ടു 10 hours. ഓക്കെ, 10 മണിക്കൂറാണ് ഇവിടെ നമ്മൾ ടൈം സേവ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. The calculation of wages under Halsey premium system is equal to time taken into rate T into R plus half of time saved into rate. ഓക്കെ, നമുക്കിനി ഡയറക്റ്റായിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ടൈം ടേക്കൺ എത്ര മണിക്കൂറാണ് നമ്മൾ ഉപയോഗിച്ചത്, 40 മണിക്കൂർ. അപ്പോൾ 40 ഇൻറ്റു റേറ്റ് 100 ആണ്. 40 ഇൻറ്റു 100 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10 ഇൻറ്റു 100. നമ്മൾ ടൈം സേവ് ചെയ്തത് 10 മണിക്കൂറാണ്. ദെൻ റേറ്റ് എത്രയാണ്, 100 രൂപ വെച്ചാണ്. ഓക്കെ, അപ്പോൾ എഴുതുക, നമ്മുടെ ആക്ച്വൽ ടൈം റേറ്റ് 40 ഇൻറ്റു 100 എത്രയാണ്, 4000 പ്ലസ് 50% ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് 10 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1000. 1000 50% എന്ന് പറയുന്നത് 500. അപ്പം വേജസ് ഈസ് ഈക്വൽ ടു 4000 പ്ലസ് 500 ഈസ് ഈക്വൽ ടു 4500. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, ആ റേറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ എത്ര മണിക്കൂറാണോ ടൈം സേവ് ചെയ്യുന്നത് അതേ ഇൻറ്റു റേറ്റ്, അതിൻ്റെ 50%, അതിൻ്റെ 50% കൂടെ നമ്മൾ അഡീഷണലായിട്ട് ബോണസ് ആക്കി നമ്മളിവിടെ കൊടുക്കുന്നു. ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിൽ
കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വർക്ക് എത്ര ടൈമിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കുന്നോ അതിന് ആ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ 50% കൂടെ നമ്മൾ ബോണസായിട്ട് ലഭ്യമാക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ഇൻസെൻറ്റീവ്സ് പ്ലാൻസിനെയാണ് ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the second incentives plan is that Halsey-Ware premium bonus system. Okay, the Halsey-Ware system is a variation of Halsey premium plan, but the percentage of time saved which is given bonus is fixed at 30%. Thus, the worker employed under this system earns the time wages of actual time the work plus the bonus on 30% of time saved under same rate. ഓക്കെ, ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റത്തിൽ നമ്മൾ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ 50% ബോണസായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഹാൽസെ-വെയർ പ്രീമിയം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ടൈമാണോ സേവ് ചെയ്തത് അതിൻ്റെ 30% നമ്മൾ എന്താണ് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിൽ നമ്മൾ 50% ടൈം സേവ് ചെയ്തതിൻ്റെ ബോണസായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഹാൽസെ-വെയർ പ്രീമിയം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ 30% ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫോർ എക്സാമ്പിൾ, the calculate the earnings of workers under Halsey-Ware scheme, the bonus is 30% of time saved. Then time allowed 48 hours, then time taken 36 hours, then rate per hour rupees 10. Then the solution is that the equation earnings is equal to time taken into rate plus 30% of time saved into rate. Okay, that is 36. Actual time completing a job is 36, rate 10. 36 into 10 plus 30 divided by 100 into 12. Time save is equal to standard time 48 hours minus time taken 36 hours. Therefore, the time saved is equal to 12 into 10. Therefore, 360 plus 36 is equal to 396. ഓക്കെ, അപ്പം ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിൽ നിന്നും ഹാൽസെ-വെയർ പ്രീമിയം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിൽ നമ്മൾ ടൈം സേവ് ചെയ്തിരിക്കുന്നതിൻ്റെ 50% ബോണസായിട്ട് ടൈം റേറ്റിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഹാൽസെ-വെയർ പ്രീമിയം സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ടൈം സേവ് ചെയ്തിരിക്കുന്നതിൻ്റെ 30% ആണ് നമ്മൾ ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, then the third system under incentives plans is Rowan system. Okay, under this system the worker get hourly rate for actual time taken by him to completing a job. In addition to, he get a bonus if completing the work before standard time. The bonus is payable is that proportion of wages of time taken which the time saved because the standard time is allowed. ഓക്കെ, റോമൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ടൈമിന് ആനുപാതികമായിട്ടുള്ള പ്രൊപ്പോർഷൻ്റെ ബേസിൽ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമ്മൾ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ആ കംപ്ലീറ്റ് ചെയ്തതിന് ആനുപാതികമായിട്ട് അതിന് സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ സ്റ്റാൻഡേർഡ് ടൈമിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആൻഡ് ദ ബോണസ് ഈസ് പേയബിൾ ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് വേജസ് ഓഫ് ടൈം ടേക്കൻ ടൈം സേവ്ഡ് ബിയോസ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് അലൗഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ബേസിൽ ടൈം സേവ് ചെയ്തതിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റോവൻ സിസ്റ്റത്തിൽ വേജസ് നമ്മൾ പ്രൊവൈഡ് ബോണസിനോടൊപ്പം തന്നെ വേജസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇൻ റോവൻ സിസ്റ്റം ദ ബോണസ് ഈസ് calculated is that time save divided by standard time into rate. Okay, then earnings is equal to time taken into rate plus time saved into time taken into rate divided by standard time. ഓക്കെ, റോവൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താണ് കോമൺ ആണ് ടൈം. ഹാൽസെയിലും ഹാൽസെ പ്രീമിയം സിസ്റ്റത്തിലൊക്കെ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് കോമൺ ആണ്. കാരണം ടൈം എത്രയാണോ നമ്മൾ ടൈം ടേക്കേണ്ടത് അതിന് ആനുപാതികമായിട്ടുള്ള റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിന് ബോണസ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് മറ്റുള്ള ഇതിൽ നമ്മൾ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ
30%, 50% ബോണസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ റോവൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ബോണസ് കൊടുക്കുന്നത് സേവ്ഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ ടൈം സേവ് ചെയ്തതും നമ്മൾ ടൈം എടുത്തതും അതോടൊപ്പം തന്നെ റേറ്റും അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമുമായിട്ട് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏണിങ്സ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, then an example is that standard time allowed for work is 48 hours. Then a worker takes 40 hours for completing the job. The time rate is rupees 100 per hour. Then calculating wages under Rowan plan. Okay, now here the standard time is 48 hours. Then time taken 40 hours. Then time save is equal to 48 minus 48 hours. Then the time rate is rupees 100 per hour. Then earnings is equal to 40 into 100 plus time saved 8 hours, then time 40, then into rate 100 divided by standard time 48. Therefore, the wages is equal to 4,000 plus 32,000 divided by 48 is equal to 4,000 plus 667. That is wages is equal to 4,667. Okay, for സ്റ്റാൻഡേർഡ് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ടൈമാണോ വർക്ക് ചെയ്യാൻ എടുത്തത്, ദെൻ എത്ര ടൈമാണോ സേവ് ചെയ്തത്, ദെൻ അതിനെ പർട്ടിക്കുലർ റേറ്റ് വെച്ച് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റോവൻ സിസ്റ്റത്തിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാം ബേസിക്കലി ടൈം റേറ്റിനോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ബോണസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത പീസ് റേറ്റത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 2 സിസ്റ്റമായിരുന്നു. ഒന്ന് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ഗാണ്ടാസ്കാൻ്റെ ബോണസ് പ്ലാന്, ദെൻ അതിനുശേഷം നമ്മൾ ഇൻസെൻറ്റീവ്സ് പ്ലാനുകളെ പറ്റി ഡിസ്കസ് ചെയ്ത ഹാൽസേ പ്രീമിയം ബോണസ് സിസ്റ്റം, then Halseyweir premium system, then third one Rowan system. Then the difference between Halsey plan and Rowan plan. Then first one, the guarantee minimum time wages. In Rowan plan assures the minimum time wages. Okay, Halsey പ്ലാനിലും റോവൻ പ്ലാനിലും നമുക്കറിയാം മിനിമം ടൈം വേജസ് ഒരു വർക്കേഴ്സിന് ഓഫർ ചെയ്യുന്നു. Then second one, the gains of efficiency is shared by employer and employee equally 50%. ഓക്കെ, ഹാൽസേ പ്ലാൻ നമുക്കറിയാം എത്രയാണോ ടൈം സേവ് ചെയ്യുന്നത് അതിൻ്റെ അഡീഷണൽ ബോണസ് ആയിട്ടുള്ള 50% വർക്കേഴ്സിന് കിട്ടുക, ദെൻ 50% എംപ്ലോയീസിന് കിട്ടും. അപ്പം കിട്ടുന്നതിൻ്റെ ആനുപാതികമായിട്ട് 50% ഈക്വലായിട്ട് എംപ്ലോയറിനും എംപ്ലോയിക്ക് ലഭിക്കുന്നു. ദെൻ ആൻഡ് റോവൻ പ്ലാൻ ദി ഗെയിൻസ് ഓഫ് ടൈം സേവ്ഡ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ബട്ട് നോട്ട് ഈക്വലി. ഓക്കെ, ഇവിടെ റോവൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രയാണോ ടൈം സേവ് ചെയ്തിരിക്കുന്നത് അത് എംപ്ലോയറിനും എംപ്ലോയിക്കും ഡിവൈഡ് ചെയ്ത് കിട്ടും, പക്ഷേ അത് ഈക്വലി 50% അല്ല ലഭ്യമാകുന്നത്. ദെൻ ഹാൽസേ പ്ലാൻ ദ ബോണസ് ഈസ് വേജ് ഓഫ് 50% ഓഫ് ടൈം സേവ്. ഓക്കെ, ഹാൽസേ പ്ലാനിൽ നമുക്കറിയാം ടൈം റേറ്റിനോടൊപ്പം തന്നെ നമ്മൾ എത്ര ടൈമാണോ സേവ് ചെയ്യുന്നതിന് അതിൻ്റെ 50% കൂടെ നമ്മൾ വേജസിലൂടെ നമുക്ക് അഡീഷണലായിട്ട് ബോണസായിട്ട് ലഭിക്കുന്നു. ഇൻ റോവൻ പ്ലാൻ ദ ബോണസ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ടൈം ടേക്കൻ വിച്ച് ദറ്റ് സേവ്ഡ് ബിയേഴ്സ് ഓൺ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈമിനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു വേജസാണ് റോവൻ പ്ലാനിൽ നമുക്ക് ബോണസായിട്ട് ലഭിക്കുക. Then fourth one, the bonus is increasing steadily with the rise in efficiency. Okay, ഹാൽസേ പ്ലാനിൽ നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് ബോണസ് ഇൻക്രീസ് ചെയ്യും. ഇൻ റോവൻ സിസ്റ്റം ദ ബോണസ് ഈസ് ഇൻക്രീസിങ് റാപ്പിഡ്ലി അപ് ടു സേവിങ് ഓഫ് 50% ഓഫ് സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ദെയർ ആഫ്റ്റർ ഡിക്ലൈൻസ്. ഓക്കെ, 50% വരെ വളരെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മുടെ ബോണസ് ഡിക്ലൈൻ ചെയ്യും. ദെൻ ഫിഫ്ത്ത് വൺ, the labor cost decrease steadily with the improvement in efficiency. Okay, ഹാൽസേ പ്ലാൻ പ്രകാരം നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ദെൻ ഇൻ റോവൻ പ്ലാൻ ദ ലേബർ കോസ്റ്റ് ആർ ഡിക്ലൈൻ അറ്റ് എ ഫാസ്റ്റ് റേറ്റ്. ഓക്കെ, ഏറ്റവും ഫാസ്റ്റ് റേറ്റിൽ നമുക്ക് ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ദ ഏണിങ്സ് പെർ അവർ ഈസ് റൈസ്ലി റാപ്പിഡ്ലി. ഓക്കെ, ഹാൽസേ പ്ലാനിൽ ഏണിങ്സ് പെർ അവർ നമുക്ക് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും.
ബട്ട് ഇൻ ദി കേസ് ഓഫ് റോവൻ പ്ലാൻ ദ റൈസ് ഇൻ അവർലി ഏണിങ്സ് ഇസ് സ്റ്റഡി, ഒരു സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഏണിങ്സ് പെർ അവർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയായിരുന്നു. അതിൽ പീസ് റേറ്റ് സിസ്റ്റത്തിലെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ പറഞ്ഞത് മെറിറ്റ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ഗാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാന്. Then the third category is the incentive scheme. There are a number of methods involved in incentive scheme, that is Halsey premium bonus system, then Halsey-Ware premium bonus system, and finally Rowan system. Then last we are discussing the difference between Halsey plan and Rowan plan. Okay, thank you.